നമ്മൾ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വെൻ യു സ്പീക്ക് തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഞാൻ സംസാരിക്കാൻ പോണത് ആം ഐ ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ്, ആം ഐ ടോക്കിംഗ് അബൌട്ട് ദ പ്രസന്റ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണോ ഞാൻ സംസാരിക്കുന്നത്, അതോ ഞാൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തോ, ഭാവിയിൽ എന്ന് പറഞ്ഞാൽ നാളെ, ഫ്യൂച്ചർ ആണോ സംസാരിക്കുമ്പോൾ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡയലോഗ്സ്, നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത്, എന്റെ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. മൈ ചൈൽഡ് ഗോസ് ടു സ്കൂൾ എവറി ഡേ. അത് ആ റൂട്ടീനാണ്. ആ റൂട്ടീൻ ആ സ്റ്റൈലിൽ തന്നെ സംസാരിക്കണം. ഇവിടെ നമ്മൾ മൈ ചൈൽഡ് വെൻ ഡിഡിൻ ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ, മൈ ചൈൽഡ് ഡിഡിൻ ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ, അത് ഇന്നലെ സംഭവിച്ച കാര്യമാണ്. അവിടെ നമ്മൾ വേറെ ഒരു സംഗതിയും അതിന് പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വെൻ യു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ, ഞാൻ നിന്നെ നാളെ വന്ന് കണ്ടോളാം, ഐ വിൽ കം ആൻഡ് മീറ്റ് യു ടുമോറോ, ഐ വിൽ കം ആൻഡ് മീറ്റ് യു ടുമോറോ. ഇത് പറയാനുള്ള ആ ഒരു സാങ്കേതികത്വം നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. കാര്യം, ഓൾവേസ് റിമെമ്പർ, ഐ എം ജസ്റ്റ് ടെല്ലിങ് യു വൺസ് അഗൈൻ, തിങ്ക്, ആർ യു ടോക്കിംഗ് അബൌട്ട് ദ പ്രസന്റ്? അപ്പം പ്രസന്റ് കാര്യങ്ങൾ, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് നൗ, ഞാൻ ഇപ്പൊ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നത്. സോ ഇങ്ങനെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഓൾവേസ് തിങ്ക് ബിഫോർ യു സ്പീക്ക്.